ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മക്കൾ എന്ന് പറയുന്നത് വല്ലാത്തൊരു സംഭവം തന്നെയാണ് കേട്ടോ. അതെന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ, നിങ്ങൾക്കൊക്കെ ഒന്ന് എൻ്റെ സോഷ്യൽ മീഡിയ നോക്കിയാൽ കാണാം, ഞാനിന്ന് വീഡിയോസൊക്കെ വളരെ കുറവാണ് ഇട്ടത്. ഒരു വീഡിയോസ് ഒരു ഫോൺ റെക്കോർഡ് മാത്രമേ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുള്ളൂ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല, 2026 ഫോട്ടോസ് ഞാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ രാവിലെ തൊട്ട് വരയ്ക്കാനിരുന്നതാണ്. ഒന്ന് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഇതാണ് ഇതുമേൽ കൊടുത്തിരിക്കുന്നത് 2026 എന്ന് കൊടുത്തിരിക്കുന്നു കേട്ടോ. ആദ്യത്തെ 2026 ഫസ്റ്റത്തെ ഫോട്ടോ കേട്ടോ ഇത്. രണ്ടാമത്തെ ഫോട്ടോ അതാ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം എൻ്റെ മക്കൾ എൻ്റെ കൂടെ ഇവിടെ ഇല്ലായിരുന്നു, എൻ്റെ വീട്ടിലായിരുന്നു. അപ്പോൾ അവർ ജസ്റ്റ് കയറി വന്നപാടക്ക് എന്നോട് ചോദിച്ചു എന്ത് കഴിച്ചു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒന്നും കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പാടെ ഞാൻ ഇന്നലെ ഒരു പപ്പായൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എത്ര പേര് കണ്ടു എന്ന് എനിക്കറിയില്ല. പറയുക ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഭയങ്കര തണുപ്പ്. അപ്പം എന്ത് കഴിച്ചു എന്ന് ചോദിച്ചോ. ഞാൻ പറഞ്ഞു ഒന്നും കഴിച്ചിട്ടില്ല എന്ന്. അവർ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട്, ചോറും ചിക്കനും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഞാൻ വർക്ക് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാനത് എന്തായാലും കഴിക്കൂല എന്നുള്ളത് എൻ്റെ മക്കൾക്ക് അറിയാം. അപ്പോൾ മോൻ എന്താക്കി, വേഗം ഒന്നൊരു 5 മിനിറ്റ് റെസ്റ്റ് എടുക്കുമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് തന്നെ ഇങ്ങോട്ട് ഇരുത്തിയിട്ട് ഇത് പപ്പായ കൊണ്ടുവച്ച് മുറിച്ചിട്ട് കൊണ്ടുത്തന്നതാണ്. അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ച് തന്നേക്കാന്ന് കരുതി. ഇതുകൊണ്ടാണ് ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യാത്തത്. കാരണം 2026 ജനുവരി കൊടുക്കേണ്ട ഒരുപാട് ഫോട്ടോസ് എൻ്റെ എന്താ പറയുക ഉണ്ട്. അതിങ്ങനെ വരച്ചുകൊണ്ടിരിക്കുക. 2 വരച്ചെന്ന് 2 ഒരുമിച്ച് ചെയ്യണം എന്ന് വിചാരിച്ചതാണ്. ഇതിന് കുറച്ച് വർക്ക് കൂടി ബാക്കി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇത് കഴിയട്ടെ, എന്നിട്ട് അടുത്ത ആയിട്ട് ചെയ്യാമെന്ന്. 2 നാളെ കൊറിയർ ചെയ്യാനുള്ളതാണ്, ബാക്കിയുള്ളത് അടുത്തത് ചെയ്യാമെന്ന് വിചാരിച്ചു. അതിൻ്റെ കൂടെ വേറൊരു ഗുഡ് ന്യൂസ് പറയാനുണ്ട്. ഗുഡ് ന്യൂസ് എന്താണെന്നുള്ള വേറെ സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോസായിട്ട് തന്നെ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ചിലർക്കത് കുശുമ്പായിട്ടും ചിലർക്കത് ദേഷ്യമായിട്ടും ചിലർക്ക് മതത്തെ വ്രണപ്പെടുത്തുന്നതും വികാരത്തെ വ്രണപ്പെടുത്തുന്നതും ഒക്കെ ആയിട്ടൊക്കെ തോന്നും. അങ്ങനത്തെ ഒരു കാര്യവും കൂടി എനിക്ക് പറയാനുണ്ട്. അത് സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഇത്രയും തിരക്ക് പിടിച്ച് നിൽക്കുന്ന സമയം ആയതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ഒന്നും പോസ്റ്റ് ചെയ്യാത്തത് എന്നുള്ള വിവരം ജസ്റ്റ് ഒന്ന് നിങ്ങളോട് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ഗൈസ് ഞാൻ വീഡിയോ ഒന്നും പോസ്റ്റ് ചെയ്യാത്തത്. അപ്പോൾ ഇപ്പം ചോദിക്കും തിന്നാൻ വേണ്ടിയിട്ട് നിൻ്റെ വാ തുറക്കുമെന്ന്. അത് തുറക്കും. അത് തീർച്ചയായിട്ടും തുറക്കണമല്ലോ. തിന്നാൻ വേണ്ടിയിട്ടല്ലേ നമ്മളൊക്കെ ജീവിക്കുന്നത്. എല്ലാവരും ജീവിക്കാൻ വേണ്ടിയിട്ടാണ് തിന്നുന്നത്, പക്ഷെ ഞാൻ തിന്നാനായിട്ട് ജീവിക്കുകയാണ്. ഞാനിത് ഈ ഒരു ഫോട്ടോ ഫിനിഷ് ചെയ്തതിന് ശേഷം ഞാൻ ഉറങ്ങുള്ളൂ എന്നുള്ളത് എൻ്റെ മക്കൾക്ക് അറിയാവുന്നതാണ്. അതുകൊണ്ടാണ് അവർ വേഗം ഇങ്ങനൊരു കാര്യം ചെയ്തത്. അപ്പോൾ എൻ്റെ മക്കളെ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുന്ന സ്ത്രീകളോട്, എൻ്റെ മക്കളെ പോലുള്ള മക്കളെ കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് പുണ്യം തന്നെ ചെയ്യണം. അത് നിസ്സാര പുണ്യമൊന്നും ചെയ്തിട്ട് കാര്യമില്ല. അപ്പം എൻ്റെ താഴെ കമൻറ്റ് വരും, മക്കളെ കണ്ടും മാമ്പൂ കണ്ടും കൊതിക്കരുത് എന്ന്. ഇത് കൊതിച്ചാലും കുഴപ്പമില്ലാത്ത മക്കൾ തന്നെയാണ് കേട്ടോ. അപ്പം അങ്ങനെയാണ്. എന്നിട്ട് ഇതൊക്കെ കൊണ്ടാണ് ഞാനിന്ന് വീഡിയോസൊന്നും പോസ്റ്റ് ചെയ്യാതിരുന്നത്. അപ്പം വേറൊരു ഡിമാൻഡ് കൂടി ഉണ്ട്. ഇത് മുഴുവൻ കഴിച്ചിട്ടേ വരുന്നത് ഇതിനേക്കാവും എന്നുള്ളതും. അങ്ങനെ ചേർക്കുമെന്ന് എനിക്കറിയില്ല. പറ്റുന്നിടത്തോളം കഴിക്കും. ബാക്കി മുറിച്ചിട്ട ആൾ തന്നെ കഴിക്കും. അവൻ ചിരിക്കുകയാണ് ചെയ്യുന്നത്, തല കുലുക്കിയിട്ട് ശരിട്ടോ എന്നുള്ള രീതിയിലേ അവന് ചിരിക്കുക അവിടെ നിന്ന് ചെയ്യുന്നത്. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ചിക്കനോ മീനോ കൂട്ടിയാൽ ഇപ്പോൾ കുളിച്ചാൽ മുടി ഉണങ്ങാനും പ്രശ്നമാണ്. പിന്നെ തണുപ്പും തുടങ്ങി അങ്ങനത്തെ കുറേ ബുദ്ധിമുട്ടുകളുണ്ട്.
അതുകൊണ്ട് ഞാൻ ചോറ് സത്യമായ ഒന്നും കഴിച്ചിട്ടില്ല. അപ്പം ചോറൊക്കെ സ്കിപ്പ് ചെയ്ത് പോവുക എന്ന് പറയുന്നത്, കുളിക്കുക, ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു സംഭവമാണ്. നമുക്ക് വീട്ടിലെ ഒന്നും മുഖ്യം കണ്ണൻ തന്നെയാണ്. എനിക്ക് ഓർഡർ ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എടുക്കുന്നവരോട് നിങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടട നടക്കി. നമ്മളിങ്ങനെ ഈ സൈഡിൽ കൂടി ഇങ്ങനെ ജീവിച്ച് പൊക്കോളാം. ഏതായാലും അത് അങ്ങനെയെങ്കിലും ഒന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കട്ടെ. എനിക്ക് വർക്കിന് ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഇത് ഫിനിഷ് ചെയ്യാണ്ട് ഇവിടുന്ന് എണീക്കൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ ഇതൊന്ന് തിന്ന് തീർക്കട്ടെ. അപ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യാത്തത്. എനിക്ക് ഓവർലോഡായി കിടക്കുകയാണ്. 1-2 പരിപാടിയുണ്ട്. പരിപാടിക്ക് പോയാൽ കുറച്ച് ദിവസങ്ങളിൽ എനിക്ക് ഇവിടുന്ന് മാറി നിൽക്കേണ്ടി വരും. പർദ്ദയിട്ട് ഇവിടെ വന്ന് അന്വേഷിക്കാം തീരുമാനിച്ച ആൾക്കാരൊക്കെ ഒന്ന് പിന്നെ വേഗം പോരി. നല്ല കാര്യമാണത്. അപ്പോൾ ഞാൻ മാറി നിൽക്കുന്ന ഡേറ്റ് സഹിതം ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. നിനക്ക് ആ ഒരു ഉപകാരമാവും. പിന്നെ കുടുക്കിലാക്കിയെന്നും പിന്നെ ആരും പറയാൻ നിൽക്കരുത്. എനിക്കതേ പറയാനുള്ളൂ. ഏതായാലും ചിലരുടെ വോയിസൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് ഇവിടുന്ന് മാറി നിൽക്കാം. ആ വോയിസ് എന്താണെന്നുള്ളത് ഞാൻ പുറത്ത് വിടും. വെയിറ്റ് ആൻഡ് സീ. ഓക്കെ. അപ്പോൾ എവിടെ പോകാനുള്ളത്, എന്താണ്, എങ്ങനെയാണ്, ആർക്കാണ് അതിൽ കുരു പൊട്ടുക എന്നുള്ള ഡീറ്റെയിൽസൊക്കെ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഈ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരോടും ബൈ പറയാണ്. ഇതൊന്ന് ഫിനിഷ് ചെയ്തിട്ട് ഞാൻ അന്ന് ഫിനിഷ് ചെയ്താളട്ടെ. അല്ലെങ്കിലേ എനിക്ക് നാളെ കൊറിയർ ചെയ്യാൻ പറ്റില്ല. നാളെ ഞാൻ കൊറിയർ ചെയ്യുന്നതിന് മുമ്പ് ഫോട്ടോസൊക്കെ ഒന്ന് കാണിച്ചു തരാം. അതേപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫോട്ടോ വേണമെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കുക. കോളോടി നോക്കുക നമ്മൾ ആരാണ്. ഹലോ ആരാണ്? അതെ. എനിക്ക് മറ്റൊരാളെ കണ്ണു കുത്തി പഠിക്കാനോ പിന്നെ പള്ളി കാണിക്കാൻ നമ്മൾ ഈ മൊബൈൽ കാണുന്നു. ഞാൻ ആരുടെ? നിന്റെ ബാപ്പയുടെ കണ്ണ് കുത്തി പൊട്ടിച്ചോ? അല്ല, ഞാൻ നിന്റെ ബാപ്പയുടെ കണ്ണ് കുത്തി പൊട്ടിച്ചോ? ചേലക്കാണ്ട് വെച്ചിട്ട് പോടോ. ലസിതന്റെ കണ്ണ് കുത്തി പൊട്ടിച്ച കഥയാ അറിയുന്നത്. ഏത് ഫോട്ടോന്റെ പുറത്ത്? എൻ്റെ പുറത്തോളെന്തോ അങ്ങ് മല മറിക്കുന്നുല്ലോ. മറിക്കട്ടെ, അവള് പറ്റുന്നതൊക്കെ മറിക്കട്ടെ. പറയുന്നത് മൈനറായിട്ടുള്ള മോനെ പറ്റിയാണെന്നുള്ളത് ചിന്തിച്ചാൽ, അവൻ തിരിച്ചൊരു റിട്ടേൺ കംപ്ലൈൻറ്റ് കൊടുത്താൽ, അവൻ സമൂഹത്തിൻ്റെ മുമ്പിൽ നാട്ടിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ് കൊടുത്താൽ ഭവിഷ്യത്ത് എന്താണെന്നും കൂടിയും നീ നിൻ്റെ അഡ്വക്കേറ്റിനോടൊന്ന് ചോദിച്ചാൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. ഞാനൊന്നും പറയുന്നില്ല, വരാൻ പോകുന്നത് കാണാൻ. എൻ്റെ അടുത്ത് തെളിവും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമ്മളത് പറഞ്ഞുകൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല. അപ്പം വെയിറ്റ് ആൻഡ് സീ. അപ്പോൾ ബൈ.